പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കിനകത്തിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ 5 മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, അടുത്ത വീഡിയോയിൽ 5 മോഡൽ ഡിസ്കസ് ചെയ്തു. ഈ 10 മോഡലും നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിക്കാതെ സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ 10 കണക്ക് 10 മോഡലും നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് 11ാമത്തെ മോഡൽ നോക്കിയേ. എ ഒരു ജോലി 25 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് 5 ദിവസം ജോലി ചെയ്തു. അതിനുശേഷം എ പിരിഞ്ഞുപോയി എങ്കിൽ ബിക്ക് മാത്രമായി ബാക്കി ജോലി ചെയ്യാൻ എത്ര സമയം വേണം? എന്താ പറഞ്ഞേക്കുന്നത്? എ ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്തു അല്ലേ. എ ഒരു ജോലി എന്ത് ചെയ്തു? 25 ദിവസം കൊണ്ട് എ ഒരു ജോലി ചെയ്യും. ബി അതേ ജോലി എന്ത് ചെയ്യും? 30 ദിവസം കൊണ്ട് ചെയ്യും. ബി അതേ ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന്, എയും ബിയും കൂടെ ചേർന്ന് ആ ജോലി എന്ത് ചെയ്തു? 5 ദിവസം ചെയ്തു. രണ്ടുപേരും കൂടെ ചേർന്ന് 5 ദിവസം ചെയ്തു. ബാക്കിയുള്ള ദിവസം അതിനുശേഷം എയും ബിയും എന്ത് ചെയ്തു? പിരിഞ്ഞു. എ പിരിഞ്ഞു പോയി. ബാക്കി ഉള്ള ജോലി ബി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞാൽ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഓക്കെ, എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയേ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ചെന്താ? എക്ക് ആ ജോലി ചെയ്യാൻ 25 ദിവസം വേണം. എക്ക് ആ ജോലി ചെയ്യാൻ 25 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/25 ആയിരിക്കും. 1/25 ആണ്. എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/25 ആയിരിക്കും. ആകെ 25 ദിവസം വേണം. അതിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/25 ആണ്. ഇവിടെ എന്താ പറയുന്നത്? രണ്ടുപേരും കൂടെ ചേർന്ന് 5 ദിവസം ജോലി ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ 5 ദിവസം ജോലി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഒരു ദിവസം ജോലി ചെയ്യുന്നത് 1/25 ആണെങ്കിൽ 5 ദിവസം എത്ര ജോലി ചെയ്ത് കാണും? 5/25 ജോലി ചെയ്ത് കാണും. 5/25 ജോലി ചെയ്തു. ഓക്കെ ആണോ പറഞ്ഞത്? ഇനി ബിയുടെ കേസ് നോക്കിയേ. ബി നമ്മൾ പറഞ്ഞു ബി 30 ദിവസം വേണം ആ ജോലി തീർക്കാൻ. ബി 30 ദിവസം വേണം ആ ജോലി തീർക്കാൻ. അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/30 ആണ്. 1/30 ആണ് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി. അങ്ങനെയാണെങ്കിൽ ബി 5 ദിവസം ചെയ്യുന്ന ജോലി എന്തായിരിക്കും? ബി 1/30 × 5 ആയിരിക്കും. അതായത് 5/30 ആയിരിക്കും. ഇതായിരിക്കും ബി 5 ദിവസം ചെയ്യുന്ന ജോലി. അപ്പോൾ എ 5 ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിച്ചു, ബി 5 ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് 5 ദിവസം ജോലി ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. എയും ബിയും കൂടെ ചേർന്ന് 5 ദിവസം ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ജോലി ചെയ്തു എന്ന് കണ്ടുപിടിക്കാം. എയും ബിയും കൂടെ ചേർന്ന് എത്ര ജോലി ചെയ്തു എന്ന് കണ്ടുപിടിക്കാം. നോക്കിയേ, എ 5 ദിവസം ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ 5/25 പ്ലസ് ബി 5 ദിവസം ചെയ്യുന്ന ജോലി 5/30. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 ദിവസം കൊണ്ട് എയും ബിയും കൂടെ എത്ര ജോലി ചെയ്തു എന്ന് കണ്ടുപിടിക്കാം. നോക്കിയേ, 5 × 30, 5 × 30 നമുക്ക് എത്ര കിട്ടും? ഇത് രണ്ടും 5ഉം 25ഉം കൂടെ ഒന്ന് ക്യാൻസൽ ചെയ്താൽ 5/25 ഒന്ന് ചെറുതാക്കിയാൽ 1/5 എന്ന് കിട്ടും അല്ലേ. അതേപോലെ 5ഉം 30 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ 1/6 എന്ന് എഴുതാം, ക്യാൻസൽ ചെയ്താൽ അല്ലേ, അല്ലെങ്കിൽ ലഘൂകരിച്ച് കഴിഞ്ഞാൽ. അതേ വാല്യൂ ഇവിടെ വെക്കുന്നു. 5/25 പകരം 1/5 എന്ന് എഴുതാം. 5/30 പകരം 1/6 എന്ന് എഴുതാം. ഇനി ഒന്ന് ചെയ്ത് നോക്കിയേ. 1/5 പ്ലസ് 1/6 രണ്ട് ഫ്രാക്ഷൻ കൂട്ടാൻ തരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 1 × 6 6 പ്ലസ് 5 × 1 5 ഡിവൈഡഡ് ബൈ 5 × 6 30. 5ഉം 6ഉം 11 11/30 എന്ന് കിട്ടിയല്ലേ. 11/30 എന്ന് വെച്ചാൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 5 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന 11/30 ആയിരിക്കും. 11/30 എന്ന് വെച്ച് നമുക്കത് ഈ 30ഉം 11ഉം കിട്ടിയല്ലോ. എന്ത് ചെയ്യണം? ഇനി ആൻസറിനകത്ത് നിന്ന് 30 ഉണ്ട്, 11 ഉണ്ട്. ഈ 30ൽ നിന്നും 11 കുറച്ച് നോക്കിയാൽ 30 - 11 ആൻസർ നമുക്ക് 19 എന്ന് കിട്ടും അല്ലേ. 19 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒന്നും കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം മുതൽ ഒന്നും കൂടെ നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എ ഒരു ജോലി ചെയ്യാൻ 25 ദിവസം എടുക്കും. എ ഒരു ജോലി ചെയ്യാൻ 25 ദിവസം എടുക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/25 ആണ്. ഒരു ദിവസം എ ചെയ്യുന്ന ജോലി 1/25 ആണ്. അങ്ങനെയാണെങ്കിൽ 5 ദിവസം എ ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കണം അല്ലേ. 5/25. എന്തുകൊണ്ടാണ് 5 ദിവസത്തെ ജോലി നമ്മൾ കണ്ടുപിടിക്കുന്നത്? രണ്ടുപേരും ഒരുമിച്ച് 5 ദിവസം ജോലി ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ 5 ദിവസം എ ചെയ്ത ജോലി എന്ന്
എന്ന് പറയുന്നത് 5/25 ആയിരിക്കും. അതേപോലെ ബിയുടെ കേസ് പറഞ്ഞു, ബി 30 ദിവസം ജോലി ചെയ്യും, 30 ദിവസം ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/30 ആയിരിക്കും. ഇനി 5 ദിവസം ചെയ്യുന്ന ജോലിയോ 1/30 × 5 ആയിരിക്കും. 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 ദിവസത്തെ ജോലി ചെയ്യും അല്ലേ, ഈക്വൽ ടു 5/30 എന്ന് കിട്ടിയും. 5/30 ഇതൊന്ന് ലഘൂകരിച്ച് 5/25 നമുക്ക് ലഘൂകരിച്ച് കഴിഞ്ഞാൽ 1/5 എന്ന് കിട്ടും അല്ലേ. ചെറുതാക്കിയ 5/30 നമ്മളൊന്ന് ലഘൂകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/6 കിട്ടും. എന്ന് വെച്ചാൽ എ 5 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/5 ആണ്, ബി 5 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/6 ആണ്. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി, എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി അല്ലേ. എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, A+B എന്ന് വെച്ചാൽ ഒരു 5 ദിവസം ചെയ്യുന്ന ജോലി, എ 5 ദിവസം ചെയ്യുന്ന ജോലി പ്ലസ് ബി 5 ദിവസം ചെയ്യുന്ന ജോലി ഈക്വൽ ടു 6 + 5 ഡിവൈഡഡ് ബൈ 5 × 6 എത്ര കിട്ടും നമുക്ക്, 11/30 എന്ന് കിട്ടും. 11/30 എന്ന് വെച്ചാൽ ആകെ ഇവർ രണ്ടുപേരും കൂടെ 30 ദിവസം ജോലി ചെയ്യുവാണെങ്കിൽ അതിൽ 11 ദിവസത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 11/30 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നോക്കിയേ, ആകെ ആ ജോലിയെ നമ്മൾ 30 പാർട്ടായിട്ട് തിരിച്ചാൽ, ആകെ ആ ജോലിയെ 30 പാർട്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൽ 11 ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അർത്ഥം. 11/30ൻ്റെ അർത്ഥം നമ്മൾ ആ ജോലിയെ 30 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ 11 ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇനി അവശേഷിക്കുന്ന എത്ര ഭാഗമുണ്ട്, ആ ഭാഗമാണ് ബിക്ക് ചെയ്യാനുള്ളത് അല്ലേ. എങ്കിൽ അവശേഷിക്കുന്ന എത്ര ഭാഗമുണ്ട്, 30 - 11 ഈക്വൽ ടു 19 ഭാഗം. ഇനി 19 ഭാഗം ആര് ചെയ്യണം, ബി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബി മാത്രമായി ബാക്കി ചെയ്യാൻ എത്ര സമയമെടുക്കും, 19 ദിവസം എടുക്കും. എത്ര ദിവസം, 19. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. മോഡൽ 11 പറഞ്ഞ് മനസ്സിലായല്ലോ. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണെങ്കിലും മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത് നോക്കിയേ, എ ഒരു ജോലി 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു. അതിനുശേഷം ബി പിരിഞ്ഞു പോയി എങ്കിൽ എ ഒറ്റയ്ക്ക് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ എന്താ പറഞ്ഞേക്കുന്നത്, എ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും, 15 ദിവസം എടുക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/15 ആണ്. 1/15. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, ബി ഒരു ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കും. 20 ദിവസം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ബി ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/20 ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്ത ജോലി എന്ന് പറയുന്നത് 4 ദിവസത്തെ ജോലി. എയും ബിയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം ചെയ്തു, 4 ദിവസം. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ നോക്കിയേ, എ മാത്രം 4 ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നത് 4/15 ആണ്. എ മാത്രം 4 ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നത് 4/15 ആണ്. ഇനി ബി മാത്രം 4 ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നതോ 4/20. 4/20 എന്ന് പറയുന്ന 1/5 എന്ന് കിട്ടും. 1/5. അപ്പം 1/5 ആണ് ബി ഒരു ദിവസം 4 ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നത് അല്ലേ. ഇനി നോക്കിയേ, രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി A+B എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇതേ നോക്കിയേ, A+B എന്ന് പറയുന്നത് 4/15 + 1/5 അല്ലേ. 4/15 + 1/5 എത്ര കിട്ടും നമുക്ക്? 5 × 4 20 + 15. 20 + 15 ഡിവൈഡ് ബൈ 15 × 5. 15 × 5 എത്ര കിട്ടും നമുക്ക്? 15 × 5 75 എന്ന് കിട്ടും അല്ലേ. 15 × 5 75. ഓക്കെ, ബാക്കി നോക്കിയേ, 20 + 15 35 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 75. 35 ഡിവൈഡ് ബൈ 75 നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നോക്കാം അല്ലേ. മേളിൽ 7 കിട്ടും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം താഴെ എത്ര കിട്ടും? 15 കിട്ടും. താഴെ 15 എന്ന് കിട്ടും. ഓക്കെ, 7/15. 7/15. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, എന്താ പറഞ്ഞേക്കുന്നത്, ആ ജോലിയെ നമുക്ക് 15 ഭാഗങ്ങളാക്കി മാറ്റിയാൽ, ആ ജോലിയെ നമ്മൾ 15 ഭാഗങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ 7 ഭാഗമാണ് എയും ബിയും കൂടെ 4 ദിവസം കൊണ്ട് ചെയ്തത്. എയും ബിയും കൂടെ 4 ദിവസം കൊണ്ട് ചെയ്തത് 7 ഭാഗമാണ്. അവശേഷിക്കുന്ന എത്ര ഭാഗമുണ്ട്? 15 - 7 8 ഭാഗമുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ 8 ദിവസം വേണം. എത്ര ദിവസം വേണം? 8 ദിവസം വേണം. ഓക്കെ ആണോ പറഞ്ഞത്? പറഞ്ഞ് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോഡൽ 12 എന്താ പറഞ്ഞേക്കുന്നത്,
എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 15 ദിവസം കൊണ്ടും സിയും എയും ചേർന്ന് 20 ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്ത് തീർക്കുമെങ്കിൽ അവർ ഓരോരുത്തരും വെവ്വേറെ ചെയ്താൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാം? എന്താ പറഞ്ഞേക്കുന്നത്? എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു? 12 ദിവസം കൊണ്ട് ചെയ്തു. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ബിയും സിയും കൂടെ ചേർന്ന് 15 ദിവസം കൊണ്ട് ചെയ്തു. അടുത്ത സിയും എയും കൂടെ ചേർന്ന് 20 ദിവസം കൊണ്ട് ചെയ്യുന്നു. എയും ബിയും കൂടെ ചേർന്ന് 12 ദിവസം കൊണ്ടും ബിയും സിയും കൂടെ ചേർന്ന് 15 ദിവസവും സിയും എയും കൂടെ ചേർന്ന് 20 ദിവസം കൊണ്ടും ജോലി പൂർത്തിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഓരോരുത്തരും എ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും, ബി എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും, സി എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ഇക്വേഷൻ നോക്കിയേ. എ പ്ലസ് ബി ചേർന്ന് ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി പ്ലസ് സി ചേർന്ന് ഈ ജോലി വൈ ദിവസം കൊണ്ടും എ പ്ലസ് സി ചേർന്ന് ഈ ജോലി ഇസഡ് ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് വെച്ചാൽ 3 പേരും കൂടെ ചേർന്ന് ഈ ജോലി 2 into xyz divided by xy plus xz plus yz ദിവസം എടുക്കും. മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? ഇക്വേഷൻ പറഞ്ഞേക്കുന്നത് എയും ബിയും ചേർന്ന് ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് ഈ ജോലി വൈ ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് ഈ ജോലി ഇസഡ് ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ എയും ബിയും സിയും കൂടെ ചേർന്ന് ഈ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 into xyz divided by xy plus xz plus yz ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആ വാല്യൂ ഇട്ട് നോക്കാം. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 15 ദിവസം കൊണ്ടും സിയും എയും കൂടെ ചേർന്ന് 20 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ എയും ബിയും സിയും കൂടെ ചേർന്ന് ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 into xyz അല്ലേ, 12 into 15 into 20 ഡിവൈഡഡ് ബൈ xy എന്ന് വെച്ചാൽ 12 into 15 പ്ലസ് അടുത്ത xz 12 into 20 പ്ലസ് അടുത്ത yz അല്ലേ 15 into 20 എത്ര കിട്ടുമായിരിക്കും നമുക്കിത് 2 into 12 into 15 into 20 ഡിവൈഡഡ് ബൈ എത്ര എന്ന് കിട്ടും? 720 എന്ന് കിട്ടും. 720 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന ആൻസർ കിട്ടും. എത്ര എന്ന ആൻസർ കിട്ടും? 10 എന്ന ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ എയും ബിയും സിയും കൂടെ ചേർന്ന് ആ ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. എയും ബിയും സിയും കൂടെ ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 10 ദിവസം കൊണ്ട് തീർക്കും. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? അവർ ഓരോരുത്തരും വെവ്വേറെ ചെയ്താൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാം? നോക്കിയേ, എയും ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇവർ 3 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് തീരുന്ന ഒരു ജോലി എ മാത്രമായിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്യും, ബി മാത്രമായിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്യും, സി മാത്രമായിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേ നോക്കിയേ, നമ്മൾ എ ബിയെ ഒരാളായിട്ട് എടുക്കുക, എ പ്ലസ് ബിയെ ഒരാളായിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ എ പ്ലസ് ബി ഒരാളാണ്. ഓക്കെ, എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒരാളായിട്ട് എടുക്കുക. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. എ പ്ലസ് ബിയെ നമുക്ക് എന്ന് മാത്രം കൊടുക്കാം. ഓക്കെ, ഒരാളായിട്ട് മാത്രം എടുക്കാം. 12 ദിവസം കൊണ്ട് ചെയ്യുന്നൊരു ജോലി എയും സിയും കൂടെ ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ സി മാത്രം എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യും? എങ്ങനെയായിരുന്നു നമ്മളത് കണ്ടുപിടിച്ചേ? നമ്മളിത് മോഡൽ 2 പഠിച്ചതാണ് അല്ലേ? എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? എന്തായിരുന്നു ഇക്വേഷൻ? xy ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ അല്ലേ? ഇവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത് 12 ഇൻറ്റു വൈ ആയിട്ട് എടുക്കുന്നത് 10. എക്സ് ആയിട്ട് എടുക്കുന്ന 12 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 12 മൈനസ് 10 അല്ലേ? ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. 12 into 10 എന്ന് വെച്ചാൽ 120 ഡിവൈഡ് ബൈ 2 നമുക്ക് എത്ര കിട്ടും? 60 എന്ന് ആൻസർ കിട്ടും. എത്ര എന്ന് കിട്ടും? 60. അപ്പം സി മാത്രമായിട്ട് എത്ര ദിവസം ജോലി ചെയ്യണം? 60 ദിവസം ജോലി ചെയ്യണം. സി മാത്രമായിട്ട് ജോലി ചെയ്യുന്നത് 60 ദിവസം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക്
അടുത്ത് നോക്കിയേ, ഇനി ബിയും സിയും കൂടെ നമുക്ക് എ എന്നെടുക്കാം, ബിയും സിയും കൂടെ നമുക്ക് ബി എന്നെടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. ബിയും സിയും കൂടെ ചേർന്ന് 15 ദിവസം കൊണ്ട് ചെയ്യുന്നൊരു ജോലി, ബി പ്ലസ് സിയെ നമുക്ക് ബി എന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ബി 15 ദിവസം കൊണ്ട് ചെയ്യുന്നൊരു ജോലി, ഇതാണ് ബി അല്ലേ. ബി 15 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി എയും ബിയും കൂടെ ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്നെങ്കിൽ, എ മാത്രമായിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ അല്ലേ. ഇവിടെ എന്താ 15 × 10 ഡിവൈഡ് ബൈ 15 മൈനസ് 10, 150 ഡിവൈഡഡ് ബൈ 5, 30 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ മാത്രമായിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 30 ദിവസം കൊണ്ട് ചെയ്യും. അടുത്ത് നോക്കിയേ, സി പ്ലസ് എ നമുക്ക് സി എന്നെടുക്കാം. ഇതേ ഇക്വേഷനകത്ത് നോക്കിയേ, സി പ്ലസ് എ ഇത്രയും അല്ലേ, ഇതിനെ സി എന്നെടുക്കുന്നു. ഇത്രയും ഭാഗത്തെ നമ്മൾ എന്തെന്നെടുക്കുന്നു? സി എന്നെടുക്കുന്നു. അപ്പം സിയും ബിയും കൂടെ 10 ദിവസം ചെയ്യുന്നൊരു ജോലി സി മാത്രമായിട്ട് 20 ദിവസം ചെയ്യുന്നെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് ആ ജോലി ഇത് തീർക്കും? എന്താ ഇക്വേഷൻ? എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ബി ചെയ്യുന്ന ജോലി അത് ചെയ്ത് നോക്കുമ്പോൾ 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തുവാ? എ 30, ബി 20, സി 60. ഓപ്ഷൻ എ. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മോഹൻ ഒരു ജോലി 10 ദിവസം കൊണ്ടും രമേശ് ഇതേ ജോലി 15 ദിവസം കൊണ്ടും സുരേഷ് ഇതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ അവർ ഒരുമിച്ച് ചെയ്താൽ ഈ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസങ്ങളെടുക്കും? എന്താ പറഞ്ഞേക്കുന്നത്? മോഹൻ ഒരു ജോലി 10 ദിവസം കൊണ്ടും രമേശ് ഇതേ ജോലി 15 ദിവസം കൊണ്ടും സുരേഷ് ഈ ജോലി 30 ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യും? ഇക്വേഷൻ നോക്കാം നമുക്ക്. ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി ഒരു ജോലി വൈ ദിവസം കൊണ്ടും സി ഒരു ജോലി ഇസഡ് ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ എ പ്ലസ് ബി ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ഈ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ഡിവൈഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് ആയിരിക്കും. മനസ്സിലായോ? ഇത് ഇക്വേഷനകത്തിലോട്ട് വാല്യൂ ഇട്ട് നോക്കിയാൽ നമ്മുടെ മോഹൻ എ എന്ന് പറയുന്നത് മോഹൻ ഒരു ജോലി 10 ദിവസം കൊണ്ടും രമേശ് ഈ ജോലി 15 ദിവസം കൊണ്ടും സുരേഷ് ഈ ജോലി 30 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടെ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 × 15 × 30 ഡിവൈഡഡ് ബൈ 10 × 15 പ്ലസ് 15 × 30 പ്ലസ് 10 × 30. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 × 15 × 30 ഡിവൈഡഡ് ബൈ 900 എന്ന ആൻസർ കിട്ടും. 0 ക്യാൻസൽ ചെയ്തു. 900 ഈ 0 ക്യാൻസൽ ചെയ്തു. 9 3 കൂടെ ക്യാൻസൽ ചെയ്താൽ താഴെ 3 കിട്ടും. 3 15 കൂടെ ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും. ആൻസർ 5 എന്ന് കിട്ടും. 5 ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കും. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 പുരുഷന്മാരോ 4 സ്ത്രീകളോ ചേർന്നൊരു വയൽ കൊയ്യാൻ 43 ദിവസങ്ങളെടുത്തു. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 പുരുഷന്മാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ 4 സ്ത്രീകൾ ഇവർ ചേർന്ന് ഒരു വയൽ കൊയ്യാൻ 43 ദിവസം എടുത്തു. 43 ദിവസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 7 പുരുഷന്മാരും അതിൻ്റെ കൂടെ 5 സ്ത്രീകളും കൂടെ ചേർന്നാൽ 7 പുരുഷന്മാരും അതിൻ്റെ കൂടെ 5 സ്ത്രീകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ വയൽ കൊയ്യാൻ എത്ര ദിവസങ്ങളെടുക്കും? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ഇതേ പറഞ്ഞുതരാം. ഇതേ ആദ്യം ഇങ്ങനെ എഴുതുക. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ 3 പുരുഷന്മാരും, അപ്പോൾ നമ്മളിവിടെ 3 എഴുതി. അല്ലെങ്കിൽ 4 സ്ത്രീകളും 4 സ്ത്രീകൾ ചേർന്ന് ഒരു വയൽ കൊയ്യാൻ 43 ദിവസം. 43 സൈഡിൽ എഴുതി. അടുത്തത് അങ്ങനെയാണെങ്കിൽ 7 പുരുഷന്മാരും അവരുടെ കൂടെ 5 സ്ത്രീകളും ചേർന്ന് ഈ വയൽ കൊയ്യാൻ എത്ര ദിവസം എടുക്കും? എന്താ ചെയ്യേണ്ടത്?
3യെ 5 കൊണ്ട് ഗുണിക്കുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇങ്ങനെ നേരെ എഴുതിയതിന് ശേഷം 3നെ 5 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 15 എന്ന് കിട്ടും അല്ലേ. 15 പ്ലസ് 7നെ 4 കൊണ്ട് ഗുണിക്കുക. 7നെ 4 കൊണ്ട് ഗുണിക്കുക. 28 എന്ന് കിട്ടും. 15 പ്ലസ് 28 15 പ്ലസ് 28 എത്ര കിട്ടും? നമുക്ക് 43 എന്ന് കിട്ടും അല്ലേ. 15 പ്ലസ് 28 എത്ര കിട്ടും? 43 കിട്ടും. 43 ഓക്കെയാണ്. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ 3 ഉണ്ടല്ലോ, ഈ 3 ഇൻറ്റു 4 ഉണ്ടല്ലോ, 4 3 ഇൻറ്റു 4 ഇൻറ്റു 43 ഇൻറ്റു 43 ഇത് ഈ 43 അല്ലേ. സ്ത്രീകൾ ചേർന്ന് വയൽ കൊയ്യാൻ അല്ല സോറി 3 പുരുഷന്മാരോ 4 സ്ത്രീകളോ ചേർന്ന് വയൽ കൊയ്യാൻ എത്ര ദിവസം എടുക്കും? 43. ആ 43 എഴുതി ഡിവൈഡഡ് ബൈ ഇനി 15 പ്ലസ് 28 15 പ്ലസ് 28 ഈ 15 പ്ലസ് 28 ഇതെങ്ങനെ വന്നു? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 15 പ്ലസ് 28 കിട്ടി. ഈക്വൽ ടു ഇത് നോക്കിയേ 3 ഇൻറ്റു 4 ഇൻറ്റു 43 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 28 എന്ത് കിട്ടി? നമുക്ക് 43 കിട്ടി. ഈ 43 ക്യാൻസൽ ചെയ്തു. 3 ഇൻറ്റു 4 12 എന്ന് കിട്ടി. പറഞ്ഞ് മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതേ നോക്കിയേ 3 പുരുഷന്മാരോ അല്ലെങ്കിൽ 4 സ്ത്രീകളോ ചേർന്ന് 3 പുരുഷന്മാർ അല്ലെങ്കിൽ 4 സ്ത്രീകൾ അല്ലേ ഒരു വയൽ കൊയ്യാൻ 43 ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ 7 പുരുഷന്മാരും 5 സ്ത്രീകളും ചേർന്ന് ഈ വയൽ കൊയ്യാൻ എത്ര ദിവസം എടുക്കും? എന്ത് ചെയ്തു നമ്മൾ ആദ്യം? 3 ഇൻറ്റു 5 15 7 ഇൻറ്റു 4 28 ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ വെച്ചേക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ 3 എഴുതി ഇൻറ്റു അടുത്ത 4 എഴുതി 3 ഇൻറ്റു 4 ഇൻറ്റു ഈ 43 അല്ലേ 43 ഈ 43 എന്ന് വെച്ചാൽ 3ഉം 4ഉം കൂടെ അല്ലെങ്കിൽ 3 പേരോ അല്ലെങ്കിൽ 4 പേരോ വയൽ കൊയ്യാൻ 43 ദിവസം എടുക്കും. ആ 43 ഡിവൈഡ് ബൈ ഇനി എന്താ നമ്മൾ കൂട്ടി വെച്ചേക്കുന്നത്? 15 പ്ലസ് 28 ഇനി 3 ഇൻറ്റു 4 ഇൻറ്റു 43 ഡിവൈഡ് ബൈ 15 പ്ലസ് 28 എന്ന് പറയുന്നത് 43 ക്യാൻസൽ ചെയ്താൽ 12. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 12 പുരുഷന്മാരും 16 ആൺകുട്ടികളും ചേർന്ന് അല്ലേ ഓറല്ല പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യൻ മാറി. 12 പുരുഷന്മാരും 16 ആൺകുട്ടികളും ചേർന്ന് ഒരു ജോലി 5 ദിവസങ്ങൾ കൊണ്ട് തീർക്കുന്നു. 13 പുരുഷന്മാരും 24 ആൺകുട്ടികളും ചേർന്ന് ഇതേ ജോലി 4 ദിവസം കൊണ്ടും തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ 7 പുരുഷന്മാരും 10 ആൺകുട്ടികളും ചേർന്ന് ആ ജോലി തീർക്കാൻ എത്ര ദിവസങ്ങൾ എടുക്കും? ഓക്കെ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിക്കോണം. എന്തൊക്കെയാണ് സ്റ്റെപ്പിൽ പറയുന്നത് നോക്കിക്കോ. ഫസ്റ്റ് വരി പറഞ്ഞ അനുസരിച്ച് ഫസ്റ്റ് വരി എന്താണോ പറഞ്ഞാൽ അത് അതേപോലെ ആയിരുന്നു. 12 പുരുഷന്മാരും 12 പുരുഷന്മാർക്ക് പി എന്ന് കൊടുക്കുന്നു. 12 പുരുഷന്മാരും 16 ആൺകുട്ടികളും ബോയ്സ്. ഓക്കെ, 16 ആൺകുട്ടികളും ചേർന്ന് ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 5 ദിവസം കൊണ്ട് തീർക്കും. എത്ര ദിവസം കൊണ്ട്? 5 ദിവസം. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇൻറ്റു 5 എന്ന് കൊടുക്കും. ഇൻറ്റു 5. മനസ്സിലായോ? 12 പുരുഷന്മാരും 16 ആൺകുട്ടികളും ചേർന്ന് ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 5 ദിവസം കൊണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് എഴുതി? 12p പ്ലസ് 16b ഇൻറ്റു 5. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് പറയാം. ഇക്വേഷൻ 1. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 13 പുരുഷന്മാരും 24 ആൺകുട്ടികളും കൂടെ ചേർന്ന് ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 4 ദിവസം. അതുകൊണ്ട് നമ്മൾ ഇൻറ്റു 4 എന്ന് എഴുതിയിട്ട് അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ 1 ഈക്വൽ ടു 2 എന്ന് എഴുതുന്നു. ഇക്വേഷൻ 1 ഈക്വൽ ടു 2 എങ്ങനെ? 5 ഇൻറ്റു 12 ഈ ഗുണിച്ചിരിക്കുന്ന 5 ബ്രാക്കറ്റിനകത്തേക്ക് ഗുണിക്കുക. 5 ഇൻറ്റു 12 60p 60 പുരുഷന്മാർ പ്ലസ് അടുത്ത 5 ഇൻറ്റു 16 എത്ര കിട്ടും? 80 ബോയ്സ് ഈക്വൽ ടു നമ്മൾ ഈക്വൽ ഇട്ട് എഴുതുകയെന്ന് പറഞ്ഞു അല്ലേ. 1 ഈക്വൽ ടു 2 ഇക്വേഷൻ 1 ഈക്വൽ ടു 2 എന്ന് എഴുതുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ 1 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞേക്കുന്നത്? നോക്കിയാൽ 12 പുരുഷന്മാരും 16 ആൺകുട്ടികളും ചേർന്നൊരു ജോലി 5 ദിവസം കൊണ്ട് തീർക്കുന്നു. ഇതേ ജോലിയാണ് 13 പുരുഷന്മാരും 24 ആൺകുട്ടികളും കൂടെ ചേർന്ന് 4 ദിവസം കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജോലി അവിടെ സെയിം. അതുകൊണ്ടാണ് നമ്മൾ എന്തിട്ടത്? ഈക്വൽ ഇട്ടത്. ഇനി എന്ത് ചെയ്യുക? ഈ 4-നകത്തേക്ക് കയറ്റി ഗുണിക്കുക. 13 ഇൻറ്റു 4 52 13 ഇൻറ്റു 4 52 പുരുഷന്മാർ പ്ലസ് 4 ഇൻറ്റു 24
24 96 ബോയ്സ് 96 ബോയ്സ് നമ്മളിങ്ങനെ ഈക്വൽ ഇട്ട് എഴുതി. ഓക്കെ, എന്നിട്ട് ഈ പുരുഷന്മാരുടെ ടേമെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരിക, ബോയ്സിൻ്റെ ടേമെല്ലാം മറു സൈഡിൽ കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ 60 പുരുഷന്മാർ മൈനസ് ഈ പ്ലസ് 52 പി എന്ത് ചെയ്യും, ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരും, അത് മൈനസ് 52 പി ആവും. ഈക്വൽ ടു ഇവിടെ 96 ബോയ്സ് ഉണ്ട്, ഇനി പ്ലസ് 80 എന്ത് ചെയ്യും നമ്മൾ, ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, മൈനസ് 80 ബി ആവും, ബോയ്സ് ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 60 മൈനസ് 52 8 അല്ലേ. 8 പുരുഷന്മാർ ഈക്വൽ ടു 8 പുരുഷന്മാർ ഈക്വൽ ടു 96 മൈനസ് 80 16 ബോയ്സ്. 8 പുരുഷന്മാർക്ക് 16 ബോയ്സ്. 8 പുരുഷന്മാർക്ക് എന്ത് തുല്യം, 8 പുരുഷന്മാർക്ക് തുല്യമാണ് 16 ബോയ്സ്. 8 പുരുഷന്മാർക്ക് തുല്യമാണ് 16 ബോയ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, രണ്ടിടത്ത് നമ്മൾ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ഇവിടെ ഈ സൈഡിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 ഡിവൈഡ് ബൈ 8 ഒരു പുരുഷൻ എന്ന് കിട്ടും. ഒരു പുരുഷൻ ഈക്വൽ ടു ഇവിടെ 16 ഡിവൈഡ് ബൈ 8 2 എന്ന് കിട്ടും അല്ലേ, 2 ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷന് തുല്യം 2 ബോയ്സ് ആണ്. ഒരു പുരുഷന് തുല്യം 2 ബോയ്സ് ആണ്, 2 ആൺകുട്ടികളാണ്. ഇത്രയും കണ്ടുപിടിക്കുക. ഒരു ബോയ്സിന് തുല്യം ഒരു പുരുഷന് തുല്യം 2 ബോയ്സ് ആണ്. ഇത്രയും കണ്ടുപിടിക്കുക. ഇത്രയും കണ്ടുപിടിച്ചല്ലോ. ഇതിന് ശേഷം ഇതേ വീണ്ടും ഇക്വേഷൻ നമ്പർ 1ലേക്ക് വരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞ വരി നോക്കിയേ, 12 പുരുഷന്മാരും 16 ആൺകുട്ടികളും അല്ലേ, 16 ആൺകുട്ടികളും. ഓക്കെ, ഈക്വൽ ടു ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാൻ നോക്കിയേ. 12 പുരുഷന്മാർ ഒരു പുരുഷന് ഈക്വൽ 2 ബോയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 12 പുരുഷന്മാർക്ക് എത്ര ബോയ്സ് വരും, ഒരു പുരുഷന് 2 ബോയ് ആണെങ്കിൽ 12 പുരുഷന് എത്ര ബോയ് വരും, 12 ഇൻറ്റു 2 അല്ലേ, 12 ഇൻറ്റു 2 24 ബോയ് പ്ലസ് 16 ബോയ്, 24 ബോയ് പ്ലസ് 16 ബോയ്. ആകെ എത്ര കിട്ടും നമുക്ക്, 24 പ്ലസ് 16 40 ആൺകുട്ടികൾ അല്ലേ, 40 ബോയ്സ് അല്ലെങ്കിൽ 40 ആൺകുട്ടികൾ എന്നെഴുതാം. മനസ്സിലായോ? ഒന്നാമത്തേൽ നിന്നും നമ്മൾ അതിനെ അങ്ങനെ മാറ്റി എഴുതി, 40 ബോയ്സ് എന്ന് എഴുതി. അപ്പം എന്തിനാ നമ്മൾ ഇത്രയും ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പുരുഷന്മാരും ആൺകുട്ടികളുമുണ്ട് അല്ലേ. 12 പുരുഷന്മാരും 16 ആൺകുട്ടികളുമാണ്. ഇവർ രണ്ടുപേരെയും ഒരേ ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു പുരുഷന് തുല്യം എത്ര ആൺകുട്ടിയാണെന്ന് കണ്ടുപിടിച്ചു, 2 ആൺകുട്ടിയാണെന്ന് കണ്ടുപിടിച്ചു. അത് ആദ്യത്തേനകത്തിലെ പുരുഷന്മാരെ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുത്തു, ആരെ കൊടുത്തു, ബോയ്സ് എന്ന ടേം കൊടുത്തിട്ട് നമുക്ക് ആകെ കണ്ടുപിടിച്ചു, ആകെ 40 ബോയ്സ്. എന്നുവെച്ചാൽ 40 ആൺകുട്ടികൾ ചേർന്ന് 5 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കും. 40 ആൺകുട്ടികൾ ചേർന്നാൽ 5 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ, 7 പുരുഷന്മാരും 10 ആൺകുട്ടികളും അല്ലേ. ഇതേപോലെ നോക്കിയേ, 7 പുരുഷന്മാരും 10 ആൺകുട്ടികളും. ഒരു പുരുഷന് തുല്യം 2 ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 7 പുരുഷന് തുല്യം എത്ര ആൺകുട്ടി വരും, 14 ആൺകുട്ടി വരും അല്ലേ. 14 ആൺകുട്ടി, 14 പ്ലസ് 10 24 ആൺകുട്ടി. ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റി എഴുതിയാലോ. ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതാം, 40 ആൺകുട്ടികൾ 5 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി, 40 ആൺകുട്ടികൾ 5 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 24 ആൺകുട്ടികൾ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും, പ്രൊപ്പോർഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തതാണ്. പ്രൊപ്പോർഷൻസ് എന്താ, 40 ആൺകുട്ടികൾ 5 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 24 ആൺകുട്ടികൾ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഇക്വേഷൻ ഇട്ടങ്ങ് ചെയ്യുക, M1D1 ഈക്വൽ ടു M2D2, M1D1 ഈക്വൽ ടു M2D2. എന്താ M1 എന്ന് പറയുന്നത് 40 ഇൻറ്റു 5 ഈക്വൽ ടു 24 ഇൻറ്റു എക്സ്. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 40 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 24. 40 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 24 നമുക്ക് 8 1/3 ഡേയ്സ് എന്ന് കിട്ടും. 8 1/3 ഡേയ്സ് എന്ന് കിട്ടും. അപ്പം 7 പുരുഷന്മാരും 10 ആൺകുട്ടികളും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, 8 1/3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ പുരുഷന്മാരും
ആൺകുട്ടികളും ഇങ്ങനെ 2 ടേം വന്നേക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, രണ്ടിനെയും കൂടെ ഒരു ടേം ആക്കാൻ നോക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇക്വേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഒരു പുരുഷന് തുല്യം 2 ബോയ്സ് എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ എല്ലാ ടേമിനെയും എന്തിലേക്ക് മാറ്റും, ബോയ്സിലേക്ക് മാറ്റും, ആൺകുട്ടികളെന്ന് മാറ്റും. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റിയിരുന്നു. 40 ആൺകുട്ടികൾക്ക് 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 24 ബോയ്സ് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇങ്ങനെ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് നമ്മൾ M1D1 = M2D2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കമലിന് ഒരു ജോലി ചെയ്യാൻ 15 ദിവസം വേണം. കമലിന് ഒരു ജോലി ചെയ്യാൻ 15 ദിവസം വേണം. വരുണിന് കമലിനേക്കാൾ 50% കാര്യക്ഷമത കൂടുതലാണ്. വരുണിന് കമലിനേക്കാൾ 50% കാര്യക്ഷമത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ വരുൺ ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കേട്ടോ. കമലിന് ഒരു ജോലി ചെയ്യാൻ 15 ദിവസം വേണം. വരുണിന് കമലിനേക്കാൾ സ്പീഡ് കൂടുതലാണ് അല്ലെങ്കിൽ കാര്യക്ഷമത കൂടുതലാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി ചെയ്തു തീർക്കും. എത്ര ശതമാനം? 50% വേഗത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ വരുൺ ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസങ്ങൾ എടുക്കും? ഇക്വേഷൻ അങ്ങ് കാണാൻ പഠിച്ചു വെച്ചോ. സിമ്പിൾ ഇക്വേഷനാ. 100 × x 100x ഡിവൈഡഡ് ബൈ 100 + y 100x ഡിവൈഡ് ബൈ 100 + y 100x ഡിവൈഡ് ബൈ 100 + y. ഇവിടെ x എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ദിവസം, x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസം, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശതമാനം, എത്ര ശതമാനം കാര്യക്ഷമത ഉണ്ടെന്നുള്ളതാണ് y. ഓക്കെ, ഇത് ഇക്വേഷനകത്തോട്ടൊന്ന് ഇട്ട് നോക്കിയേ. 100 × 15 100 × 15 ഡിവൈഡ് ബൈ 100 + 50 1500 ഡിവൈഡ് ബൈ 150 0 0 ക്യാൻസൽ ചെയ്തു. 150 ഡിവൈഡ് ബൈ 15 ആൻസർ 10 എന്ന് കിട്ടും. 10 ദിവസം. എത്ര ദിവസം കൊണ്ട് ചെയ്യും? 10 ദിവസം കൊണ്ട്. മനസ്സിലായോ? കമലിന് ഒരു ജോലി ചെയ്യാൻ 15 ദിവസം വേണം. പക്ഷേ വരുണിന് കമലിനേക്കാൾ 50% കാര്യക്ഷമത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വരുണിന് ഈ ജോലി ചെയ്യാൻ വെറും 10 ദിവസം മതി. 10 ദിവസം. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സീമ ഒരു ജോലി തീർക്കാൻ 20 ദിവസം എടുത്തു. ഹിമയ്ക്ക് സീമയേക്കാൾ 25% കാര്യക്ഷമത കൂടുതലാണ്. എങ്ങനെയെങ്കിൽ ഹിമ ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഇവിടെ x എന്ന് പറയുന്നത് 20 ആണ്, y എന്ന് പറയുന്നത് 25 ആണ് അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്താ? 100x ഡിവൈഡഡ് ബൈ 100 + y 100 + y അല്ലേ? 100 × x എന്ന് പറയുന്നത് 20 ആണ്, 20 ഡിവൈഡ് ബൈ 100 + 25 ആൻസർ എത്ര കിട്ടും? 2000 ഡിവൈഡഡ് ബൈ 125 2000 ഡിവൈഡഡ് ബൈ 125 ആൻസർ 16 ദിവസം എന്ന് കിട്ടും. 16 ദിവസം. മനസ്സിലായോ? ഇക്വേഷൻസ് കാണാൻ പഠിക്കുക. 100x ഡിവൈഡ് ബൈ 100 + y. ലാസ്റ്റ് മോഡൽ നോക്കിയേ. ഒരു ജോലി തീർക്കാൻ എയും ബിയും ചേർന്ന് ചെയ്യുന്നതിനേക്കാൾ 16 ദിവസങ്ങൾ കൂടുതൽ എടുക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഒരു ജോലി ചെയ്യാൻ എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുന്നതിനേക്കാൾ 16 ദിവസം കൂടുതൽ എടുക്കുന്നു. 16 ദിവസം കൂടുതൽ എടുക്കുന്നു. ബി ഈ ജോലി തീർക്കാൻ എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുന്നതിനേക്കാൾ 9 ദിവസം കൂടുതൽ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒരുമിച്ച് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? എയും ബിയും കൂടെ ഈ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? സിമ്പിൾ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചോ. √AB. സിമ്പിൾ ഇക്വേഷൻ ആണ് √AB. സിമ്പിൾ ഇക്വേഷൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരു ജോലി തീർക്കാൻ എയും ബിയും കൂടെ ചെയ്യുന്നതിനേക്കാൾ 16 ദിവസം അധികം വേണ്ടി വരും. ബി അതേ ജോലി ചെയ്യാൻ എയും ബിയും ചെയ്യുന്നതിനേക്കാൾ 9 ദിവസം കൂടുതൽ ചെയ്യേണ്ടി വരും. അങ്ങനാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് A+B. എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് √AB ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 16ഉം ബി എന്ന് പറയുന്നത് 9ഉമാണ്. എ എന്ന് പറയുന്നത് 16ഉം ബി എന്ന് പറയുന്നത് 9ഉമാണ്. ഇക്വേഷനകത്തോട്ടൊന്ന് ഇട്ട് നോക്കിയേ. √16 × 9 16 × 9 എത്ര കിട്ടും നമുക്ക്? 144. 144 = √147 എന്ന് വെച്ചാൽ 12 ദിവസങ്ങളെടുക്കും.
ഓക്കെ, മനസ്സിലായോ? 12 ദിവസം. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. എന്താ ഇക്വേഷൻ? റൂട്ട് എ ബി. ഇതേ ഇക്വേഷൻ വേണ്ടവർ എഴുതിയെടുത്തോ. എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് ഒരു ജോലി തീർക്കാൻ എക്സ് പ്ലസ് വൈ ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ എ ദിവസം കൂടുതലെടുക്കുകയും വൈ ഒരു ജോലി തീർക്കാൻ എക്സ് പ്ലസ് വൈ ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ ബി ദിവസം കൂടുതലെടുക്കുകയും ചെയ്താൽ എക്സ് പ്ലസ് വൈ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ജോലി തീർക്കാൻ റൂട്ട് ഓഫ് എ ബി ദിവസങ്ങളെടുക്കും. ഓക്കെ ആണോ? അപ്പം 15ഓളം മോഡൽ നമ്മൾ ചെയ്തു. ഇതിനകത്തിൽ അവസാനത്തെ ഒരു 5 മോഡലാണ് ഇച്ചിരി പാടായിട്ട് നമുക്ക് വന്നത്. ഈ 5 മോഡൽ അന്നേരം നിങ്ങൾ കൂടുതൽ സമയമെടുത്ത് ശ്രദ്ധയോടെ ചെയ്യുക. ചെയ്തതിന് ശേഷം നന്നായി പഠിക്കുക, റിപ്പീറ്റ് ചെയ്യുക, വേറെ കണക്കുകൾ ഇട്ട് നോക്കുക, വൃത്തിയായി പഠിക്കുക.